സോ ഇന്നത്തെ നമ്മുടെ ഈ ഒരു മേക്കപ്പ് ലുക്ക് ഫുൾ മേബിലൈൻ പ്രോഡക്ട്സ് മാത്രം യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു വൺ ബ്രാൻഡ് മേക്കപ്പ് ലുക്ക് ആണ്. സോ അപ്പോൾ ഒട്ടും ഡിലേ ആക്കാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ ഫസ്റ്റ് പ്രൈമറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് മേബിലിൻ ഫിറ്റ് മീ ഡ്യൂയി സ്മൂത്ത് പ്രൈമർ ആണ് എടുത്തത്. ഇത് പറയുന്ന പോലെ തന്നെ ഡ്യൂയി സ്മൂത്ത്. സോ ഈ പ്രൈമർ ഞാൻ ഫസ്റ്റ് ടൈം അല്ല യൂസ് ചെയ്യുന്നത്, ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കറിയാം ഇത് ഒരു കറക്റ്റ് ഒരു സ്മൂത്ത് ഫിനിഷ് തരുമെന്ന് എനിക്കറിയാം. സോ ഞാൻ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് എൻ്റെ ഡാർക്ക് സർക്കിൾസും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കൺസീൽ ചെയ്യും. സോ അതിന് വേണ്ടിയിട്ട് ദേ മേബിലിൻ്റെ ഒരു ഏജ് റിവൈൻ കൺസീലർ ആണ് എടുത്തേക്കുന്നത്. ഈ ബോട്ടിൽ കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് അല്ല, ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൺസീലറാണ്. ആക്ച്വലി ഇതെൻ്റെ സെക്കൻഡ് ബോട്ടിലാണ്. അത്രയ്ക്ക് എനിക്കിഷ്ടമാണ് ഈ ഒരു മേബിലിൻ്റെ ഏജ് റിവൈൻ കൺസീലർ. സോ കൺസീലർ യൂസ് ചെയ്ത് നമുക്ക് ഒരു ഡാർക്ക് സ്പോട്ട്സ് ആൻഡ് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എല്ലാം ഒന്ന് കൺസീൽ ചെയ്തെടുക്കാം. കുറച്ച് എൻ്റെ ഫോർഹെഡും കുറച്ച് പാൻഡായിട്ട് ഇരിക്കുക, അപ്പോൾ അവിടെയും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. സോ കൺസീലർ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഈ കൺസീലർ മാത്രം മതി, ഇത്രയും മതി, എനിക്ക് അത്യാവശ്യം നല്ല ഫുൾ കവറേജ് കിട്ടിയിട്ടുണ്ട് ഫേസിന്. പക്ഷേ ഇന്ന് നമ്മൾ ഫിറ്റ്മിയുടെ ഒരു ഫൗണ്ടേഷൻ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. സോ ഈ ഫൗണ്ടേഷനിൽ എൻ്റെ ഷെയ്ഡ് വന്നിട്ട് 332 ആണ്. കൺസീലറിൽ പറഞ്ഞല്ലോ, കൺസീലറിൽ ക്യാരമലാണ് എൻ്റെ ഷെയ്ഡ്. ഇപ്പം ഞാൻ യൂസ് ചെയ്ത ഈ 3 പ്രോഡക്ട്സ് ഉണ്ടല്ലോ, അതായത് ഈ ഒരു പ്രൈമർ, പിന്നെ ഫൗണ്ടേഷൻ, പിന്നെ നമ്മുടെ കൺസീലർ, ഇത് മൂന്നും എനിക്ക് എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ടൈം അല്ല, എനിക്കറിയാം എനിക്കിത് ഇഷ്ടമാണ്. ഈ പ്രോഡക്ട്സ് 3 പ്രോഡക്ട്സ് എനിക്കിഷ്ടമാണ്. മൂന്നും എൻ്റെ സ്കിൻ ടോൺ ആണ്, എല്ലാം കറക്റ്റാണ്, എൻ്റെ ഫേവറേറ്റ് പ്രോഡക്ട്സ് ആണ്. ഫൗണ്ടേഷൻ ഞാനിങ്ങനെ കുറച്ച് എമൗണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ഡോട്ടായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കത് ബ്രഷ് കൊണ്ട് തന്നെ അങ്ങ് ബ്ലെൻഡ് ചെയ്തെടുക്കാം. കൺസീലർ എനിക്ക് അത്യാവശ്യം കവറേജ് തന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ ഫൗണ്ടേഷൻ കുറച്ച് മതി. സോ നമ്മുടെ ബേസ് മേക്കപ്പ് കംപ്ലീറ്റ് ആയി. ഇനി ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്ന ഒരു സാധനമാണ് ഈ ഒരു ഫിറ്റ്മിയുടെ പ്രസ്ഡ് പൗഡർ. ഇത് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. സോ ഇതിൽ ഞാൻ ചൂസ് ചെയ്ത ഷെയ്ഡ് വന്നിട്ട് 310 സൺ ബേജ് ആണ്. ശരിക്കും ലൈറ്റർ ഷെയ്ഡാണ്. എനിക്ക് ഒരു ഹൈലൈറ്റിംഗ് പർപ്പസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനൊരു ലൈറ്റർ ഷെയ്ഡ് ചൂസ് ചെയ്തത്. ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇത് പൗഡർ ആൻഡ് ഇനി ഇവിടെ ഒരു മിറർ ഉണ്ട്, പിന്നെ ഒരു സ്പഞ്ചുണ്ട്. ഇതിൻ്റെ ആ ഒരു പാക്കേജിങ് സംഭവമൊക്കെ എനിക്ക് ഇഷ്ടമായി. നല്ലൊരു മിററാണ് ഇതിലുള്ളത്. ആൻഡ് ഈ സ്പഞ്ച് ഓൾസോ കൊള്ളാം, നന്നായിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ സ്പഞ്ച് യൂസ് ചെയ്യുന്നില്ല, ഞാൻ ബ്രഷ് കൊണ്ടാണ് ഈ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഷെയ്ഡ് നല്ല ലൈറ്ററാണ്, ഇതേ നോക്കാം. എനിവേ നമുക്കത് ബ്രഷിലെടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അണ്ടർ ഐസിലാണ് അപ്ലൈ ചെയ്യുന്നത്, ഒന്ന് ആ ഒരു ബ്രൈറ്റനിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. എനിക്ക് ആക്ച്വലി ഇവിടെ പൗഡർ, ഇവിടെ മിറർ, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. കാരണം പൗഡർ എടുക്കണം, പിന്നെ മിറർ നോക്കണം, പിന്നെ പൗഡർ എടുക്കണമെങ്കിൽ പിന്നെ ഇത് താത്ത് വെക്കണം, പിന്നെ എടുക്കണം. എനിക്കത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ തന്നെ ആയിരുന്നെങ്കിൽ എടുക്കുക ഇടുക, അത് കുറച്ചും കൂടെ എളുപ്പമായിരുന്നു എന്ന് തോന്നി. ഞാൻ ഈ പൗഡർ കവറേജ് തരുമോ എന്ന് നോക്കിയതാണ്. അങ്ങനെ വലിയ കവറേജ് ഒന്നും തരത്തില്ല. ലൈറ്റർ ആയതുകൊണ്ട് തന്നെ ഫേസിൽ വൃത്തികേടായിട്ടോ അങ്ങനെയൊന്നും വന്നിട്ടില്ല. എനിക്ക് കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. ചിലപ്പോൾ ആ സ്പഞ്ചിലെടുത്ത് ഇങ്ങനെ നന്നായിട്ട് പ്ലേസ് ചെയ്ത് വെച്ച് കൊടുത്താൽ ആ ഒരു നല്ലൊരു കവറേജ് കിട്ടുമെന്ന് തോന്നുന്നു. ഇതിപ്പോൾ ഞാൻ ബ്രഷിലെടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഡസ്റ്റ് ചെയ്ത് കൊടുത്തതല്ലേ ഉള്ളൂ. എനിക്കിങ്ങനെ മതി, ഓക്കെയാണ്, എനിക്കിഷ്ടം. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം ആ ഒരു മിറർ സെയിം സൈഡിൽ വന്നെങ്കിൽ എന്നെനിക്ക് തോന്നി. എൻ്റെ ഒരു അഭിപ്രായമാണ്. സോ അല്ലാണ്ട് കൊള്ളാം. പിന്നെ എനിക്ക് പെട്ടെന്ന് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് റിവ്യൂ പറയാൻ എനിക്ക് അത്രയ്ക്ക് അറിയത്തില്ല. കാരണം ഞാൻ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് വരുമ്പോഴേ എനിക്കിത് ശരിക്കും കൊള്ളാമോ, ഇത് വർക്ക് ചെയ്യുമോ, ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്നൊക്കെ ഞാൻ തന്നെ ഓരോന്ന് കണ്ടുപിടിക്കും. അപ്പം എന്നാലേ എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഇത് നല്ലതാണോ എന്ന്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ഫൗണ്ടേഷനും കൺസീലറും പ്രൈമറും ഒക്കെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അത് ഞാൻ കുറേ നാളുകൊണ്ടേ യൂസ് ചെയ്ത് വരുന്നത് കൊണ്ട് എനിക്കറിയാം അത് നല്ലതാണ്, എഫക്റ്റീവാണ്, നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കൊള്ളത്തില്ല എന്നൊന്നും തോന്നിയില്ല, കൊള്ളാം. ഓക്കെ, നമ്മുടെ ബേസ് മേക്കപ്പ് ഫുള്ള് കംപ്ലീറ്റ് ആയി, അത് സെറ്റും ചെയ്തു. ഇനി നമുക്ക് ഐസിലോട്ട് പോവാം. ഐ മേക്കപ്പിന് വേണ്ടിയിട്ട് ഈ 2 പ്രോഡക്ട്സ് ആണ് ഞാൻ മേടിച്ചത്. ഇത് രണ്ടും ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. ഈ ഒരു ഐ ഷാഡോ പാലറ്റും ടാറ്റൂ ലൈനറാണ്. സോ ഇത് രണ്ടുമാണ് ഐ മേക്കപ്പിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചത്. സോ ഇത് വെച്ച് നമുക്കൊരു ഐ ലുക്ക് ചെയ്യാം. എന്ത് കിട്ടിയാലും മണപ്പിച്ച് നോക്കുന്ന എൻ്റെ ഒരു ശീലം. എനിക്ക് ഈ കളറ് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഈ ഒരു
പിങ്ക് അല്ലല്ലോ, എന്തോ അത് മോഫ് ഷെയ്ഡ്, ഒരു ഷെയ്ഡും പിന്നെ ഒരു ഗ്ലിറ്ററും. ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഇങ്ങനെ ഐസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാമേ. ഞാൻ ഈ ഒരു ബ്രഷിലാണ് എടുക്കുന്നത്. ഈ ഒരു ബ്രഷിലെടുത്ത് ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഇതെടുത്ത് നമ്മളിവിടെ പ്ലേസ് ചെയ്ത് വെച്ച് കൊടുക്കുന്നു. ഇങ്ങനത്തെ ഒരു ബ്രഷ് എടുക്കണം. ഇങ്ങനത്തെ ഒരു ബ്രഷ് എടുത്തിട്ട് നമുക്കിതിങ്ങനെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാമേ. ഓക്കെ, ഇത് നന്നായിട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. ഇനി വീണ്ടും ആ ഷെയ്ഡ് കുറച്ചുകൂടെ എടുത്തിട്ട് ആദ്യം എടുത്ത ബ്രഷിൽ തന്നെ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് കുറച്ചും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല രസമുണ്ട്. ഇനി നമുക്ക് ആ ബ്രഷ് ഉണ്ടല്ലോ, ആദ്യം ഈ ബ്രഷിൽ തന്നെ ദേ ഒരു ഗ്ലിറ്റർ ഷെയ്ഡും കൂടെ എടുക്കാം. ആ ഷെയ്ഡ് വരുന്നില്ല. ഓക്കെ, അതെടുത്തിട്ട് ഇവിടെ ഈ ഒരു സ്റ്റാർട്ടിങ് പോർഷനിൽ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ വിചാരിച്ച പോലെ ഈ ഷെയ്ഡിങ് വന്നില്ല, കുറച്ചായിട്ടേ വരത്തുള്ളൂ. അതിങ്ങനെ ഡ്രാഗ് ചെയ്താലും പറ്റത്തില്ല. ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെച്ച് കൊടുക്കണം കേട്ടോ. ഡ്രാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രോഡക്റ്റ് വരത്തില്ല. ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഈ സെയിം സ്റ്റെപ്സ് തന്നെ നമുക്ക് ഈ സൈഡിലും കൂടെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ട് എൻഡ്സ് ഒക്കെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ദെൻ ഗ്ലിറ്റർ ഷെയ്ഡും കൂടെ എടുത്ത് ഈ ഒരു സ്റ്റാർട്ടിങ് പോർഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോ എനിക്ക് തോന്നുന്നു ഈ ഗ്ലിറ്റർ ഷെയ്ഡ് ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്യുന്നതിലും വരുന്നത് കയ്യിലെടുത്ത് അപ്ലൈ ചെയ്യുമ്പോഴാണ്. ഷെയ്ഡ് അറിയത്തില്ല. കയ്യിലെടുക്കുമ്പോൾ പിന്നെയും വരുന്നുണ്ട്. ഇനി ആ ഒരു പിങ്ക് മോഫ് ഷെയ്ഡ് കാണിച്ചു തരാം. കുഴപ്പമില്ല, എനിക്ക് ഐസ് കാണാൻ ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട്, കൊള്ളാം, അത്യാവശ്യം ഭംഗിയൊക്കെ ഉണ്ട് ഐസ് കാണാൻ. ഇനി നമുക്ക് ആ ഒരു ബ്ലൂ കളറിലെ ടാറ്റു ലൈനർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ലൈനർ ഒരു പ്രത്യേകത ഉണ്ട്. സോ ഇത് നമുക്ക് കാണുമ്പോൾ ഓഫ് കോഴ്സ് ഇതായിരിക്കും ക്യാപ്പ്, ഇങ്ങനെ ആയിരിക്കും തുറക്കണ്ടേന്നാണല്ലോ തോന്നുന്നത്. എനിക്കങ്ങനെ തോന്നിയത്. അപ്പം ഞാൻ ഇങ്ങനെ തുറന്നു. പക്ഷേ ഇതാണ് ക്യാപ്പ്, ഇതാണ് ബോഡി. പക്ഷെ എനിക്കിത് മനസ്സിലായില്ല. ലൈനറിൻ്റെ ഷെയ്ഡ് ഇവിടെ കാണിച്ചു. നല്ല ബ്ലൂ കളർ. പക്ഷെ ഞാൻ വിചാരിച്ചു ഇത്രയും പ്രോഡക്റ്റ് ഉണ്ടാവും, ഇത് ക്യാപ്പ്. പക്ഷെ ഇത്രയും പ്രോഡക്റ്റ് എൻ്റെ ഇത്രയും വലിയ ക്യാപ്പ്, അത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല. ഓക്കെ, നമുക്കിപ്പോൾ ഈ ബ്ലൂ ലൈനർ എടുത്ത് ലൈനറായിട്ട് വരച്ചു കൊടുക്കാം. ടാറ്റു ലൈനറാണ്. ഓക്കെ, ശരിക്കും എന്തായാലും ഈ ഒരു കളർ ലൈനർ അപ്ലൈ ചെയ്ത് എനിക്ക് പുറത്ത് പോകാൻ പറ്റൂല. ഞാൻ പോകത്തില്ല. പോകണമെങ്കിൽ കുഴപ്പമില്ല, പോവാം. പക്ഷെ ഞാൻ പോവില്ല. കൊള്ളാൻ തോന്നുന്നു. ഈ സൈഡിലും കൂടെ വരച്ചു കൊടുക്കാം. വെറൈറ്റി ഐ ലുക്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയൊരു ലൈനറാണിത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ബ്ലാക്ക് കളർ കുറച്ചുകൂടെ ഭംഗിയാണ്. ലൈക്ക് ഡെയിലി ഒക്കെ യൂസ് ചെയ്യാൻ ഇതിൻ്റെ ബ്ലാക്ക് ഷെയ്ഡ് ലൈനർ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. നല്ലൊരു തിളക്കമൊക്കെ ഉണ്ട്. സോ ഈ ഒരു ഐഷാഡോ പാലറ്റും ഈ ഒരു ടാറ്റു ലൈനറും യൂസ് ചെയ്തതിൽ ഐഷാഡോ പാലറ്റ് എനിക്ക് ഇഷ്ടമായി. പക്ഷെ ആ ഒരു ഗ്ലിറ്റർ ഷെയ്ഡിന് അങ്ങോട്ട് വരാൻ അത്ര താല്പര്യമില്ല, പയ്യെ വരുന്നോളൂ. അത് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. പിന്നെ അല്ലാണ്ട് കൊള്ളാം, നല്ല പിഗ്മെൻറ്റഡ് ആണ് ഷെയ്ഡ്സൊക്കെ ഇതിൽ. കുഴപ്പമില്ല, ഇത് കൊള്ളാം. നല്ലൊരു കുഞ്ഞ് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഐഷാഡോ. ലൈക്ക് 2 ഷെയ്ഡ്സ് വരും. നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ പെട്ടെന്ന് കൊണ്ടുപോകാൻ എളുപ്പമാണ്. പിന്നെ ഈ ഒരു ടാറ്റു ലൈനർ കൊള്ളാം, ഇതെനിക്ക് ഇഷ്ടമായി. പക്ഷെ ഞാൻ പറഞ്ഞു ഇത് ഇത്രയേ ഉള്ളൂ. ഞാൻ വെച്ച് ഇത്രയും ഉണ്ടാവുമെന്ന്, പക്ഷെ ഇത്രയും പ്രോഡക്റ്റേ ഉള്ളൂ. ക്വാണ്ടിറ്റി വളരെ കുറവാണെന്ന് തോന്നി. പിന്നെ ഇത് ലൈനർ കൊള്ളാം, നല്ലൊരു തിളക്കമൊക്കെ ഉണ്ട്. നമുക്ക് ഷെയ്ഡ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലത്തെ ഷെയ്ഡ്സ് ചൂസ് ചെയ്താൽ നല്ലതായിരിക്കും. ഇനി ഈ ഐ ലുക്ക് ഒന്ന് ഫിനിഷ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മേബിലിൻ്റെ ഒരു ഫോൾസീസ് ലാഷ് ലിഫ്റ്റ് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഫസ്റ്റ് ടൈം അല്ല യൂസ് ചെയ്യുന്നത്, ഇതെൻ്റെ ഫേവറേറ്റ് മസ്കാരയാണ്. അപ്പം ഇതും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇതിന് പറയാനൊന്നുമില്ല, സൂപ്പർ മസ്കാരയാണ്. നിങ്ങൾക്ക് ശരിക്കും ആ ഒരു ഫോൾസ് ലാഷ് എഫക്റ്റ് വേണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ മസ്കാര മേടിച്ചോ. ഇതിൻ്റെ ആ ഒരു 3 കോട്ട്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ശരിക്കും ഫോൾസ് ലാഷസ് വെച്ച പോലെ ഉണ്ടാവും. ഇത് എൻ്റെ ലാഷസ് ഭയങ്കര ലെങ്തിയറും ആക്കി തിക്കും ആക്കി. നോക്കിക്കേ, ഒരു ബ്ലൂ കളർ മസ്കാര മേടിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നുന്നു. അതാകുമ്പോൾ ഈ ഐ മേക്കപ്പിൻ്റെ കൂടെ ചേർന്നതിൻ്റെ.
സോ മസ്കാരയും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണേ. മസ്കാരയും കൂടെ അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ഐ ലുക്ക് കംപ്ലീറ്റ് ആയി. ഇനി അത്യാവശ്യം വൈറലായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഞാൻ മേടിക്കണം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ റിവ്യൂസ് ഒന്നും കണ്ടപ്പോൾ അത്ര പ്ലീസിങ് ആയിട്ട് തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ മേടിച്ചു. മേബിലൈൻ സൂപ്പർ സ്റ്റേ ടെഡി ടിൻറ്റ്. ഓക്കെ, ഞാൻ മേടിച്ച ഷെയ്ഡ് കോക്കോ ഗ്രഞ്ച്. ഈ ഷെയ്ഡാണ് ഞാൻ മേടിച്ചത്. പാക്കേജിങ് നല്ല രസമുണ്ട്, നല്ല വെയിറ്റ് തോന്നിക്കും, ആൻഡ് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. നല്ലൊരു മണം. പിഗ്മെന്റഡ് ലിപ്സ് ആണെങ്കിൽ ആ ഒരു കവറേജ് കുറവാണ്. എൻ്റെ ലിപ്സ് നല്ല പിഗ്മെന്റഡ് ആണ്, അപ്പോൾ എനിക്ക് കവറേജ് കുറവാണെന്നാണ് തോന്നുന്നത്. ഷെയ്ഡ് കൊള്ളാം, ഷെയ്ഡ് എനിക്കിഷ്ടമായി, പക്ഷെ പിഗ്മെന്റഡ് ലിപ്സിന് വേണ്ടത്ര ഒരു കവറേജ് തരുന്നില്ല. എനിക്ക് ഈ ഷെയ്ഡ് ഒരുപാട് ഇഷ്ടമായി, നല്ല രസമുണ്ട്. ശരിക്കും ആ ഐ ലുക്കിൻ്റെ കൂടെ നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടല്ലേ ഈ ഷെയ്ഡ്. സോ ഇതെനിക്ക് ഇട്ടിട്ട് തോന്നിയത് ആ റിവ്യൂസിലൊക്കെ കണ്ടതുപോലെ തന്നെ ഇത് ഭയങ്കര സ്റ്റിക്കിയാണ്. ഇതിങ്ങനെ കണ്ട, ഇത് ഭയങ്കര സ്റ്റിക്കിയാണ്, ചുണ്ടിൽ നിന്ന് ഇങ്ങനെ ഇളകി വരുന്നു. ഇതൊട്ടും കംഫർട്ടബിൾ അല്ല. ഓക്കെ, നമുക്കിത് എന്തായാലും ബ്ലഷായിട്ട് യൂസ് ചെയ്ത് നോക്കാം. ബ്രഷ് കൊണ്ട് ബ്ലെൻഡ് ചെയ്യാമേ. ബ്ലഷ് ഷെയ്ഡായിട്ട് കൊള്ളാം. ബ്ലഷായിട്ട് ഇത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല ഷെയ്ഡ്, നല്ല രസമുണ്ട്, എനിക്കിഷ്ടമായി. പക്ഷെ ലിപ്സിൽ എനിക്ക് ഷെയ്ഡ് ഇഷ്ടമായി, ഷെയ്ഡ് ഒരുപാട് ഇഷ്ടമായി, നല്ല രസമുണ്ട്. നമുക്ക് ഡസ്കി സ്കിൻ ടോണിന് നന്നായിട്ട് ചേരുന്ന ഒരു ഷെയ്ഡ് ഓഫ് പിങ്ക്. നമുക്കങ്ങനെ വാഷ് ഔട്ടൊന്നും ആക്കാണ്ട് നല്ല രസമുണ്ട്. ഷെയ്ഡ് നോക്ക്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എൻ്റെ ഇത് ബ്ലഷായിട്ടും എനിക്കിഷ്ടമായി, നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഇത് ബ്ലഷായിട്ട് യൂസ് ചെയ്യാം. ഞാൻ ബ്രഷ് കൊണ്ടാണ് അപ്ലൈ ചെയ്ത് കൊടുത്തത്. ബ്രഷ് കൊണ്ടൊക്കെ നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്, നല്ലൊരു ഫിനിഷും ഉണ്ട്. പക്ഷെ ലിപ്സ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യാൻ ഇത് കൊള്ളൂല. പറഞ്ഞല്ലോ, നമുക്ക് അതായത് ഇവിടെ നിന്നൊക്കെ ഇളകി വരുന്നുണ്ടോ, ഇത് ഒട്ടും കംഫർട്ടബിൾ അല്ല. പക്ഷെ എനിക്ക് ഷെയ്ഡും ഇഷ്ടപ്പെട്ടു, പാക്കേജിങ് ഒക്കെ ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ട്. ലിപ്സ്റ്റിക് ആയിട്ടും കൂടെ അത് നന്നായിട്ട് വർക്ക് ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നേനെ. സോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഡക്ട്സ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, പ്രൈമർ, അവരുടെ കൺസീലർ, ഫൗണ്ടേഷൻ, പിന്നെ ഞാനിപ്പോൾ ആദ്യമായിട്ട് ട്രൈ ചെയ്തതിൽ ഈ ഒരു കോമ്പാക്ട് പൗഡർ ഇഷ്ടമായി, പ്രസ്ഡ് പൗഡർ അല്ലേ, പ്രസ്ഡ് പൗഡർ ഇഷ്ടമായി, പിന്നെ ഈ ഒരു ഐ ഷാഡോ പാലറ്റ് എനിക്കിഷ്ടമായി. പിന്നെ മസ്കാര എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ്. ആ മസ്കാര എനിക്കിഷ്ടമാണ്. എനിക്ക് പിന്നെ ആ ഒരു ടാറ്റു ലൈനർ, ഓക്കെ കൊള്ളാം. ടാറ്റു ലൈനർ ഓൾസോ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഓക്കെയാണ്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞെന്നല്ല, എനിക്കിത് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഇത് വർക്ക് ചെയ്യുന്നില്ല. ലൈക്ക് ലിപ്സ്റ്റിക് ആയിട്ടിത് വർക്ക് ചെയ്യുന്നില്ല. അങ്ങനൊരു മോശം അഭിപ്രായമുള്ളത് ഈ ഒരൊറ്റ പ്രൊഡക്റ്റിനെ പറ്റി മാത്രമാണ്. എല്ലാം കൊണ്ടും കൊള്ളാം, പക്ഷെ മെയിൻ യൂസിന് ഫെയിലായിപ്പോയെന്ന് പറയുന്ന പോലെ. അല്ലാണ്ട് സൂപ്പർ. സോ അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമൻറ്റ് ചെയ്ത് പറയണം. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.